തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. ആ കടക്കണ്ണിൽ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരുമ്മ സമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിന്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിന്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിലവോരമുണരുന്നു സംഗീതം. സംഗീതം. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേ നമ്മുടെ ഗ്രൂപ്പിന് വൈശാലി എന്ന് പേരിടാം എന്ന് ഞാൻ ആലോചിക്കുക. കാര്യം നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും മഴ തന്നെയാണ്. എത്ര വേനലായി കിടന്നാലും നമ്മളൊരു പരിപാടി വെച്ചാൽ മഴയാണ്. അതുകൊണ്ട് വൈശാലി ഗ്രൂപ്പാണ്. പാതിരാക്കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവുനുള്ളിവാ മലക്കാവിലൂടെ വാ. കാറ്റിലാടുമീ മുളങ്കാട്ടിനുള്ളിലും ഓണവില്ലൊലി മുഴങ്ങുന്നു. പാതിരാക്കിളി
വരുപാൽ കടൽ കിളി ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ. താണുവരും മാലാഖപ്പുഞ്ചിറകോ താഴ്വരയിൽ മന്ദാരപ്പൂനിരയോ പറന്നു വന്നിത്തടങ്ങളിൽ പാടാത്തതെന്തു നീ പുത്തുമ്പിൽ തുടിക്കും നീർമുത്തും ചാത്തേ നിലാവിൻ പാൽത്തുള്ളി തിരയിളകും കടലും നിലാവിലാടവേ ഇതുവഴി പാതിരാക്കിളി വരുപാൽ കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ. ഈശ്വര പ്രാർത്ഥന തുടങ്ങാം. ഈശ്വര പ്രാർത്ഥന വിഭിന്നം അങ്ങോട്ടും ചുറ്റും സ്വാഗതത്തിന്റെ ആവശ്യം. കാര്യം നമ്മളെല്ലാവരും ഒന്നുപോലെ. എന്നാലും ചില കാര്യങ്ങൾ സ്ഥിരം നമ്മുടെ ഗ്രൂപ്പിന്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിന്റെ ഒരു സ്വാഗത പ്രാസംഗികൻ ഞാനാണ്. എല്ലാ കാര്യങ്ങളും പറയാൻ മോഹനെതിരെ എന്നെ ചുമതലപ്പെട്ടതാണ് ബിജു. അതിന് സന്തോഷമുണ്ട്. ഇന്ന് നമ്മള് തിരുവോണ ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷകരം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ ആ ബെഞ്ചുകളിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചപ്പോൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ഒരുമിച്ച് അത് നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി ഇവിടെ വന്നിരിക്കും. അന്ന് ഓരോരുത്തർക്കും ഓരോ ലൈനുകളുണ്ട്. ചിലര് ഇവനാണ് ഏറ്റവും കൂടുതൽ അതിന് സ്വപ്നം. പക്ഷെ അല്ല, അന്ന് നമ്മൾ സ്വപ്നം നമ്മൾ എവിടെയും കണ്ടിരുന്നു. അപ്പൊ ആലോചിച്ചു നോക്കണം, എന്റെ വയസ്സിന് എന്നെക്കാളും 6 വയസ്സ് കുറവാണ്. അപ്പൊ ഞാൻ 10ൽ പഠിക്കുമ്പോ അവള് 3ാം ക്ലാസ്സിൽ പഠിക്കുക. ശരി, 7. പക്ഷെ കണ്ടാൽ എനിക്ക് പ്രായം കുറവെന്ന് തോന്നുന്നു. അല്ല അല്ല ഓക്കെ. അപ്പൊ അന്ന് നമ്മളെ മനസ്സിൽ ഉള്ള ചിന്താഗതികളൊന്നും അല്ല. പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഓണത്തിന് നമ്മളെല്ലാവരും ഒത്തുകൂടും, ഇങ്ങനത്തെ ആഘോഷങ്ങൾ നടത്തും എന്നൊക്കെ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ നമുക്ക് ഈശ്വരൻ അന്നേ എഴുതി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ ബിജു സാർ, ഇദ്ദേഹമാണ് എന്നെ ഒരു നടനാക്കുന്നതിൽ വളരെ വളരെ വലിയ പങ്ക് വഹിച്ചു. ഞാൻ നടനാണെന്ന് അഹങ്കരിച്ച് പറയുന്നില്ല. നാളെ അത് ആര് ദൈവം പരാതിയായിട്ട് പറയുള്ളൂ. ഞാൻ നടന്നൊന്നുമില്ല, എങ്ങനെയൊക്കെ അങ്ങനെയായിട്ട് പോയി. പക്ഷെ കാസർഗോഡല്ല, ഒരിക്കൽ മൈസൂർ ഞങ്ങൾ പോയപ്പോൾ മലയാളം അറിഞ്ഞിടാത്ത ഒരു സ്ത്രീ ഫാമിലിയായിട്ട് ഞങ്ങൾ ടൂർ പോയത്. അവർ വന്നിട്ട് എന്നത് ഇങ്ങനെ കന്നഡ കലർന്ന മലയാളം സംസാരിക്കാൻ അവർക്ക് വരെ അറിയാമായിരുന്നു. അന്ന് പാടാത്തവെങ്കിൽ സീരിയൽ നടക്കുന്നുണ്ട്. അപ്പൊ സംസാരിച്ചപ്പോ ഞാൻ നിങ്ങൾ മലയാളിയല്ല. അപ്പൊ അവര് പറഞ്ഞു പിന്നെ എന്റെ ഹസ്ബൻഡ് മലയാളിയാണ്, അപ്പൊ വീട്ടിൽ അമ്മ കാണും, അങ്ങനെ കണ്ടതാണെന്ന് പറയും. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് കിട്ടി. എന്റെ 10ാം ക്ലാസ് സൗഹൃദങ്ങളാണ്. ഞാൻ ബിജു ദാസയെ നമ്മളോട് ഇല്ല. അങ്ങനെ ഇല്ലാതായപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ബിജുവിന്റെ നമ്മളെ ഓണം ക്യാപ്ഷൻ നാം ഒന്നാണ്. എനിക്ക് വളരെ വിഷമമാണ്. ഇന്ന് നമ്മളോട് വളരെ സജീവമായിട്ട് നിൽക്കേണ്ട 2-3 സുഹൃത്തുക്കൾ, ഞാൻ പേരെടുത്ത് പറയുന്നത്, നമ്മളോടൊപ്പം എപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നവരാണ്. അങ്ങനെ ഇല്ലാത്ത ആരുമില്ല ഇന്നത്തെ കാലം. പക്ഷെ നമ്മൾ ഇതിനെ ആരെങ്കിലും മുന്നോട്ട് വന്ന് ഇതിനെ ഭംഗിയായിട്ട് കൊണ്ടുപോയാൽ വളരെ സന്തോഷമാണ്. അപ്പൊ നമുക്ക് അന്ന് നമ്മൾ ആ ടൂർ നടത്തിയപ്പോൾ ഒരു ക്യാപ്ഷൻ കൊടുത്തു, തുടരും. ഇത് തുടരും. ഇതൊന്നുമല്ല, ഇനി അടുത്ത് ഓണം നമ്മൾ വിചാരിച്ചതിനേക്കാളും ഇതുവരെ
വളരെ വളരെ ശരിയാണ്. ഇതിനൊക്കെ മഴ, അത് ഞാൻ പറഞ്ഞത് നമ്മളെ ഗ്രൂപ്പ് വൈശാലി എന്ന പേരുണ്ട്. ഒട്ടും മഴയില്ലാത്ത സന്ദർഭങ്ങളിലാണെങ്കിലും മഴ ഉണ്ടാവും. പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. എനിക്ക് സംസാരിക്കുമ്പോൾ അല്പം ജാട കൂടുതലാണ്. അത് ഞാൻ തമാശക്ക് പറയുന്നത് ജാടയായി തോന്നുന്നതാണ്. ദയവായി പണ്ട് അങ്ങനെ ഓക്കെ, ദയവായി ക്ഷമിക്കുക. ഞാൻ വെറും ഒരു പാവമാണ്. എനിക്ക് 25,000 ഒരു ക്ലാസ് വാങ്ങിക്കാനുള്ള ഒരു നിവൃത്തിയില്ല. എനിക്ക് ഈ ക്ലാസ് ഒരു വലിയ ഹോട്ടൽ ഹൈലാൻഡിന്റെ മുതലാളി ഫ്രീ ആയിട്ട് മനസ്സിലാക്കി. പിന്നെ ഈ ആടെ ആഭരണങ്ങളൊക്കെ ഇതൊക്കെ ഇടാതെ എന്റെ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇതെല്ലാം ദയവായി മുക്കുകൊണ്ടല്ല, അത് ശരിയാണ്. അപ്പൊ അതുകൊണ്ട് ദയവായി ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്തെങ്കിലും പറയുന്നത് എന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ ദയവായി എന്നെ പേഴ്സണലായിട്ട് എന്റെ ഫോൺ നമ്പർ എല്ലാവരെയും ഉണ്ടല്ലോ, വിളിച്ച് പറയുക. എല്ലാവർക്കും വെൽക്കം. നമ്മുടെ ഈ ഓണാഘോഷ പരിപാടികൾക്ക് ഒന്നാണ് ഓണം, നാം ഒന്നാണ്. ഇനി കലാപരിപാടികളും മറ്റു പരിപാടികളും തുടങ്ങാൻ ഇഷ്ടപ്പെട്ട സമയം കിടക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കത്തി വെച്ചു, ദയവായി ക്ഷമിക്കുക. ഓക്കെ, സുരേഷ്, സന്ധ്യ, എല്ലാവരും എല്ലാവരും മുന്നോട്ട് വരണം. എണ്ണ കഴിച്ചില്ല. നമ്മുടെ ഗ്രൂപ്പാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിലിപ്പോ ബിന്ദു, ഹലോ സുരേഷ്, മോനെ പ്രസവിച്ചപ്പോഴേ ഒരു കാര്യം പറഞ്ഞു. അവനവന്റെ ഭാര്യയും 7 വയസ്സ് വ്യത്യാസമുണ്ട്. ഞാനും എന്റെ ഭാര്യയും 15 വയസ്സ് വ്യത്യാസമുണ്ട്. എന്റെ മകനാണ് ചിന്തിക്കാനോ പാട്ട് പാടാൻ. ഈസി ആണ് വെള്ളിയാഴ്ച വൈകുന്നേരം. അപ്പം എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പേര് കൊടുക്കും. എന്നിട്ട് എന്നും പാടണം. മോനെന്തിനും കളിയാക്കാൻ മണവാളൻ പാറ, ഇത് മണവാട്ടിപ്പാർ, എല്ലാം ഇത് തന്നെ പാടും. പിന്നെ ഇടയ്ക്ക് ബിബിൻ എവിടെ വന്ന് ബിബിന്റെ മിമിക്രി എല്ലാം കൂടി അത് വേറെ. അപ്പൊ ഇതുപോലെ ഈ ഇത്രയും ആൾക്കാരെ പാടിയിട്ട് അതാണ് നമ്മൾ ആരും നമുക്ക് നിങ്ങൾ ആരെങ്കിലൊക്കെ മുന്നോട്ടൊന്ന് പാടി. സമയമായി ഹൃദയങ്ങൾ
നമ്മൾ കളിക്കൂട്ടുകാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ട് വർത്തമാനം പറയാനുള്ള ഒരു വേദി മാത്രമാണ്. അല്ലാതെ ഒരുപാട് ആശംസകളൊന്നുമല്ല. പിന്നെ എല്ലാവരും പേര് പറഞ്ഞ് വിളിക്കാൻ അറിയാവുന്നവരാണ്. അത്രയ്ക്കും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ ഈ ഒരു ഐക്യത്തിന് സാധിച്ചു. ഇപ്പൊ കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ള ഞാനിതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു. പിന്നീട് പിന്നെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ട്രിപ്പ് പോവുക, ഒത്തൊരുമയോട് കൂടി ഞങ്ങൾ പലവിധമായിട്ടുള്ള ആക്ടിവിറ്റീസിലും രോഗാന്വേഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല. ഇന്നിവിടെ ഇത്രയും ത്യാഗം അനുഷ്ഠിച്ച് വിദേശത്ത് നിന്ന് തന്നെ ഇവിടെ എത്തിയ സുരേഷ്, നമ്മുടെ പുത്തൻ കൂട്ടുകാരൻ നമ്മുടെ പഴയ കൂട്ടുകാരൻ, പുതുതായിട്ട് ജോയിൻ ചെയ്ത നമ്മുടെ ജോസ്, അടൂരിൽ ജോലി മാറ്റി വെച്ചിട്ട് വന്ന നമ്മുടെ സാജു. ഓക്കെ, അവന് ലേശം പറ്റി പറയാനാണ് പറയുന്നത്. നമ്മുടെ രാഹുല് നല്ലൊരു മനുഷ്യനാണ്, നന്നായി പാടും, ചാടും, അവൻ സാറ്റ് കളിക്കും, ആ എവിടെ കളിക്കും കളിക്കും, അവന്റെ സൂചിയിൽ നൂല് വരും, നല്ലതാണ്. പക്ഷെ കണ്ണട വയ്ക്കില്ല, കണ്ണ് കണ്ടോടാ, അത് ഭാര്യ പറഞ്ഞിട്ട് കണ്ണ് കണ്ടോടാ. പിന്നെ വേറെ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. ഷാജിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു മനുഷ്യനാണ്. അവൻ ചെങ്ങന്നൂരിൽ നിന്നാണ് ഇന്നലെ ട്രെയിൻ കയറിയുടെ വന്നത്. വണ്ടി പഞ്ചറായി ട്രെയിനിന്റെ എന്നാണ് അവൻ പറയുന്നത്. നമുക്കറിയില്ല ട്രെയിനിന്റെ ഏതാണ് വീൽ എങ്ങനെയുള്ളതാണെന്ന് അറിയില്ല. പിന്നെ അപ്പൊ 2 കണക്ക് തന്നെയാണ്. സാറ് നമ്മുടെ അനിതയുടെ ഹസ്ബൻഡ് ഇവിടെ ഇരിപ്പുണ്ട്. രാഘവൻ പറയുന്നത് എന്നാ പറയാ, രാഘവന്റെ ഡാൻസ് അവസാനമുണ്ട്. അത് കടലമ്മയുടെ ഒരു ഡാൻസ് ആണ്. രാഘവനും പ്രമോദം കൂടി അവതരിപ്പിക്കുന്ന മനോഹരമായ ഡാൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഇന്ന് ഇവിടെ എത്തിയ ഏറ്റവും നമുക്ക് സന്തോഷമുള്ളത് പ്രിയന്റെ കുടുംബം എത്തിച്ചേർന്നിട്ടുണ്ട്. അവര് ഷാജുവിന്റെ കുടുംബം എത്തിച്ചേർന്നിട്ട്, ജോസിന്റെ കുടുംബം. ഇനി അനിതയുടെ ഹസ്ബൻഡ് ഞങ്ങൾ പരിചയമുണ്ട്, അനിതയുടെ വീട്ടിൽ ഞങ്ങൾ പോയതാണ്. പിന്നെ വീട്ടുകാർ വളരെ അനുഭവത്തോടു കൂടി പറഞ്ഞയച്ചിട്ടുള്ള ഒറ്റയായിട്ട് വന്നിരിക്കുന്നു നമ്മുടെ കൂട്ടുകാരികൾ. എന്നാലും ആ ഭർത്താക്കന്മാരെയാണ് ഞങ്ങൾ അഭിനന്ദിക്കുന്നത്, അവരെയല്ല. കാരണം അത്രയും ധൈര്യത്തോടെ പറഞ്ഞയക്കണമെങ്കിൽ ഞങ്ങളോടുള്ള വിശ്വാസമാണ് ഞങ്ങള് കരുതുന്നത്. എന്തായാലും ഈ ഓണം അടിപൊളിയാകട്ടെ, നന്നാകട്ടെ. എല്ലാവർക്കും ഇനി നല്ല ഇതുപോലെ വർത്തമാനം പറയാനും ഒരുപാട് സദ്യ കഴിക്കാനും ഒക്കെ ഉള്ള ആയുസ് ആരോഗ്യം ദൈവം നൽകട്ടെ എന്ന് ആശംസകൾ നടത്തുന്നു. ഇങ്ങനെ ഒരു ഓണം പ്രോഗ്രാം അറേഞ്ച് ചെയ്ത നമ്മുടെ വലിയ മനസ്സിന്റെ ആളായ മോഹനചന്ദ്രൻ, ബിജു സാർ, ഇങ്ങനെ ഒരു പ്രോഗ്രാം അല്ലെ നിങ്ങൾ അറേഞ്ച് ചെയ്യും, നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചു വളരെയധികം സന്തോഷം. ഇവിടെ ഞാൻ അനിത അന്ന് ക്ലാസ് അനുഭവമാണ് ആദ്യമായിട്ട് കാണുന്നത്. കുറെ നാളിന് ശേഷമാണ് പ്രിയനെ കാണുന്നത്. പിന്നെ പലരെയും ഇപ്പൊ എല്ലാവരെയും കാണാനും ഇതിൽ പങ്കെടുക്കാനും വേണ്ടി ഇങ്ങനെ ഒരു അവസരം ലഭിച്ചു തന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മോഹനചന്ദ്രൻ, രാഹുൽ ഇവരെയൊന്നും ഞാനൊന്നും അനുമോദിക്കത്തില്ല. കാരണം അവരൊന്നുമല്ല ഇതിനകത്ത് ഇടപെട്ടത്, ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഓണാംശം നേരുന്നു. ഇതിന്റെ എല്ലാ പൂർണ്ണ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു. സക്സസ് ആകുമ്പോൾ അതിന്റെ ഒരു ടോക്കാണിത്. എല്ലായ്പ്പോഴും പരിപാടി വിജയിച്ചാലും അതിന്റെ ഉടമസ്ഥാവകാശം കൊണ്ട് ഫുൾ കളി നമ്മളെ എന്റെ മോഹന്റെ പൂവരും. ഇന്നലെ രാത്രി നമുക്ക് മെനിഞ്ഞാന്നാണ് പരീക്ഷ തരുന്നത്. ഇന്നലെ രാത്രി തുടങ്ങി വെളുക്കണവരെ ഞങ്ങൾ ഉറങ്ങിയില്ല. അതാണ് എന്റെ കണ്ണില്ല. അങ്ങനെ കളിച്ച കളിയാണ്. നീ പാടുകൂടെ? നീ പാടുവിടും. Thank you.
പഴയ പാട്ട് ഞാൻ പാടാമെന്ന് ആഗ്രഹിച്ചു. ഭക്തുള്ള സാറിന്റെ മോനാണ്. ഇവിടെ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ രാവിലെ വിളിച്ചായിരുന്നു. ഭാര്യ എച്ചമാണ്. ഇപ്പം തിരുവല്ലയിലുണ്ട്. ഞാൻ ജോലി ഓഫീസിന്റെ അടുത്ത്. പിന്നെ അതുകൊണ്ട് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. 25,000 കണ്ണാടിയാണ് ഈ ഗ്ലാസ് എനിക്ക് രാവിലെ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി ആരും ചോദിക്കില്ല. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. മനസ്സിലായോ എല്ലാവർക്കും? നമ്മളെ പണ്ട് പുസ്തകം വാങ്ങിയാൽ പോലെ സൊസൈറ്റിയിലെ ഹസ്ബൻഡ് സാറിന്റെ അത് ഞങ്ങൾ ഫോറസ്റ്റ്
ഉറപ്പില്ലാത്തവരാരും തന്നെ കാണുകയില്ല. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണല്ലോ അദ്ദേഹം, അല്ലെ? ഹാസ്യാത്മകമായ ശൈലിയിലൂടെ സാമൂഹ്യ പുരോഗതി ലക്ഷ്യമിട്ട നമ്പ്യാർ തന്റെ കൃതികളിലൂടെയും നർമ്മം കലർന്ന സംഭാഷണങ്ങളിലൂടെയും മലയാളികളെ കൂടുകൂടെ ചിരിപ്പിച്ചു. അവിവാഹിതനായിരുന്നു നമ്പ്യാർ, എന്നാൽ ആഗ്രഹപൂർത്തി നേടാത്ത ഒരു പ്രേമത്തിനുടമയായിരുന്നു എന്ന് സങ്കല്പം. അങ്ങനെയെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം തന്റെ കാമുകിയെ കണ്ടുമുട്ടുന്നു. തുടർന്ന് അദ്ദേഹത്തിനുണ്ടാകുന്ന ദാരുണമായ അന്ത്യത്തെ പപ്പടവും അവിയലും തോരൻ പച്ചടിയും ഓർമ്മിച്ചാലുടൻ നാവിൽ വെള്ളം വരും. പുഴുക്കും തീയലും കിച്ചടിയും തൈരിൽ ചാലിച്ച ചട്ടിനിയും ചേർന്നാൽ സംഗതി പിന്നെ കെങ്കേമം. മത്തൻ വഴുതന വെണ്ടയ്ക്ക അരി നുറുനുറെ അമരയ്ക്ക വടക്കൻ നാടൻ മുരിങ്ങയ്ക്ക അരി പടപടപടവലങ്ങ. പരിപ്പും നെയ്യും പപ്പടവും അവിയലും തോരൻ പച്ചടിയും ഓർമ്മിച്ചാലുടൻ നാവിൽ വെള്ളം വരും. കായം മണക്കും സാമ്പാറ്, കാളൻ നോലൻ അച്ചാറ്, എരിശ്ശേരി പുളിശ്ശേരി രസം മോര് എല്ലാം ചേർന്നാൽ ബഹുജോറ്. ഉപ്പേരി ഇഞ്ചിക്കറി കിളിച്ചുണ്ടൻ മാങ്ങാക്കറി, ഉപ്പേരി ഇഞ്ചിക്കറി കിളിച്ചുണ്ടൻ മാങ്ങാക്കറി. ഓരോരോ ഉരുളയ്ക്കും ഓരോരോ കൂട്ടോടെ. പരിപ്പും നെയ്യും പപ്പടവും അവിയലും തോരനും പച്ചടിയും ഓർമ്മിച്ചാലുടൻ നാവിൽ വെള്ളം വരും. കല്യാണ പെണ്ണിൻ അമ്മാവികമയിൽ ഉണ്ണുവാനിരിക്കുമ്പോൾ ആ കണ്ണുകൾ തെളിയേണം. കുറ്റങ്ങൾ തിരയും നാത്തൂന്മാരുടെ നാവുകൾ അടങ്ങേണം. ആ ഉള്ളങ്ങൾ കുളിക്കേണം. അമ്മാവിപ്പോരില്ലാതാക്കും നമ്മുടെ അടപ്രഥമൻ, നാത്തൂൻ പോരിൻ ശക്തി കുറയ്ക്കും നല്ല പഴപ്രഥമൻ. പല പല കള്ളം ചൊല്ലി നടത്തും കാര്യമതല്ലോ കല്യാണം. പല പല വിഭവം സമ്മേളിക്കും സദ്യയിലല്ലോ മംഗളം. പരിപ്പും നെയ്യും പപ്പടവും അവിയലും തോരനും പച്ചടിയും ഓർമ്മിച്ചാലുടൻ നാവിൽ വെള്ളം വരും. പുഴുക്കും തീയലും കിച്ചടിയും തൈരിൽ ചാലിച്ച ചട്ടിനിയും ചേർന്നാൽ സംഗതി പിന്നെ കെങ്കേമം. മത്തൻ വഴുതന വെണ്ടയ്ക്ക അരി നുറുനുറെ അമരയ്ക്ക വടക്കൻ നാടൻ മുരിങ്ങയ്ക്ക അരി പടപടപടവലങ്ങ. പൂരമായി പൊടി പറത്തിയ റോളമായി ചുടയുടെ പെരും പണമെടുത്തൊരു
പടയുടെ മരവിത സൈനടിച്ചൊരു മുകിലപാടി നഗര മുകളിൽ മംഗളങ്ങൾ കുളിമയായി കുളിരമായി പ്രിയപ്പെട്ടവരെ, വാശിയേറിയ വടംവലിയിൽ ഞാൻ ഒരു കള്ളക്കളി കാണിച്ചിട്ട് പോലും ഈ ലോല ഹൃദയന്മാർ കഴിവില്ലാത്തവർ പോയതാണ് അവർ തോറ്റു തൊപ്പിയിട്ടു. അപ്പൊ വിജയിച്ച ടീം നന്നുവിന്റെ ടീം കമോൺ, നന്നുവിന്റെയും ഷാജുവിന്റെ ടീം ഗംഭീരമായിട്ട് വിജയിച്ചിരിക്കുന്നു. എന്റെ കള്ളക്കളി പോലും ഏറ്റില്ല, അവർ വിജയിച്ചു. അവർക്ക് ട്രോഫി ഓക്കെ. ആ ട്രോഫി സമ്മാനിക്കുന്നതിന് വേണ്ടി സുരേഷ് സാർ, നമ്മുടെ അനിതയുടെ ഹസ്ബൻഡ് സുരേഷ് സാർ, അദ്ദേഹം കാഞ്ഞിരങ്ങാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ്, എൻ്റെ ഒരു സഹപ്രവർത്തകനും കൂടിയാണ്. എല്ലാവരും വിജയിച്ച ടീമിനെ എല്ലാവരും കൈയടിക്കുക, നോക്കിക്കൊണ്ടിരിക്കാതെ. കള്ളക്കളി ഞാൻ കളിച്ചിട്ടും അവർ ജയിച്ചു. ഓക്കെ, ഇവർ റോളിൽ ട്രോഫിയാണ്. അടുത്ത വടംവലിയിൽ നമുക്ക് ഇവർ തോൽപ്പിക്കും. എല്ലാവർക്കും വീടുകളിൽ കൊണ്ടുവന്ന് മനോഹരമായിട്ട് വെക്കുക. സ്റ്റിക്കറുണ്ടോ? സ്റ്റിക്കറും ഉണ്ട് കേട്ടോ, അവിടെ വെക്കാം. എന്റെ ഒരു ഫോട്ടോ കൂടി കൊടുക്കേണ്ടതായിരുന്നു, അബദ്ധം പറ്റി. തോറ്റ ഗ്രൂപ്പിന് പ്രോത്സാഹന സമ്മാനമുണ്ട്, പേടിക്കണ്ട. ഇനി ലേഡീസ് വടം വലിക്കുന്നുണ്ടോ? വലിക്കണം. എല്ലാരും വരും. ജയിച്ച ടീം ജയിച്ചു. ശരി, ഷാജുവിന്റെ വൈഫാണ്. ജയിച്ചവർ വരൂ, കമാൻ ഇവിടെ വരൂ. ജയിച്ച ടീമിന് ട്രോഫി നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ സാറ് വീണ്ടും കടന്നു വരുന്നു. വരണം സാറേ, ഗസ്റ്റ് വേറെ ആരുമില്ല. ഓരോരുത്തർ ആദ്യം. ഓക്കെ, നല്ലൊരു കയ്യടി. അടുത്ത ആൾ വരും. ഓർമ്മയിൽ നിന്ന് സൂക്ഷിക്കുക ട്രോഫി. വാ ഇനി വരിക. ട്രോഫി
വരിക വരിക. അവർ പണം വലിച്ച് ജയിച്ചിട്ടാണ് അവർ കിട്ടിയത്. അവർ ചുമ്മാ നോക്കിക്കൊണ്ട് നിന്നിട്ടല്ല. അടിപൊളി പ്രോത്സാഹനമുണ്ട്. അപമാനിക്കാൻ വേണ്ടി നടക്കരുത്. ഇനി 90 ബാച്ചിനെ അപമാനിക്കാൻ വേണ്ടി നടക്കരുത്. മനസ്സിലായി? വല്ല എന്തെങ്കിലും ആരോഗ്യമുള്ള സാധനങ്ങൾ വല്ലതും വാങ്ങിച്ചു നിന്ന്. റണ്ണറപ്പ് ടീമിന്റെ ക്യാപ്റ്റൻ സംഗീത. സംഗീത കടന്നു വരിക. ട്രോഫി വാങ്ങുക. സംഗീത റണ്ണറപ്പ് ടീമിന്റെ ക്യാപ്റ്റൻ. തോറ്റോടി ടീമിന്റെ ക്യാപ്റ്റൻ. എന്താണ് ഈ തോറ്റ ടീമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ല പെർഫോമൻസ് ആയിരുന്നു, പക്ഷേ ബാക്കിയുള്ളവർ വളരെ മോശമായിരുന്നു. പ്രസന്ന ചുമ്മാ അവിടെ നിന്നിട്ട് മെഡൽ. അടുത്ത ആൾ കടന്നു വരും. അല്ല, റണ്ണറപ്പ്. ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത്, ഇത് മനിത കാതലല്ലേ, അതെയും താണ്ടി പുനിതമാണ്. സൈഡിലോട്ട് ജയലക്ഷ്മി പാവം, ജയലക്ഷ്മി വലിച്ചു. ശ്രീജ നിനക്ക് നീ പാട്ടൊക്കെ പാടി അങ്ങനെ നടന്നത്, ഇനി വടമൊന്നും വലിക്കാൻ നടക്കരുത്. നിങ്ങള് പണ്ട് കുറെ വലിപ്പിച്ചവരാണ്. ഹസീനെ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു മുല്ലമൊട്ടിലൂറും സ്വന്തമാക്കൂ. മേഘപ്പഴകൊണ്ട് മനത്തിൽ കോട്ടക്കിട്ടി നിന്നെ ഞാൻ കൊണ്ടുപോകും. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അഴകായി ഒരുങ്ങി വന്നാൽ മിന്നാട്ടം, അസുര തല പറക്കും തുള്ളാട്ടം. ആണ്ടവൻ ഇറങ്ങി വന്നാൽ തീയാട്ടം, ആരും മതിമറക്കും വെള്ളാട്ടം. മൂലോകം കൈകൂപ്പും ആയത്തേരോട്ടം, കടലേഴും പിന്മാറും ആഴക്കണ്ണോട്ടം. താരച്ചേലാട്ടം, തനിയെ പോരാട്ടം, നടനത്തിക പറയും കളിയാട്ടം ആട്ടം. തിരുമല മുരുകനിക്ക് മാമല മുരുകനിക്ക് കൊണ്ടാടയ കൊണ്ടാടയ കൊണ്ടാട്ടം. തിരുമല മുരുകനിക്ക് മാമല മുരുകനിക്ക് കൊണ്ടാടയ കൊണ്ടാടയ കൊണ്ടാട്ടം. അഴകായി ഒരുങ്ങി വന്നാൽ മിന്നാട്ടം, അസുര തലപ്പറ
താളമില്ലാഞ്ഞിട്ടായിരിക്കും. താളം തെറ്റിച്ചത് ആ കുട്ടികളല്ല, കുട്ടിയാ. അത് ടീച്ചർ താളമിട്ടെന്റെ കുഴപ്പമായിരിക്കും. എനിക്ക് താളമൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ? ഒരു വിദ്യാർത്ഥിയോട് ടീച്ചർ ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ. നാളെ ഞാൻ ആരായില്ലെന്ന് ആര് കണ്ടു? ഒരു കലാതിലകമായാലോ, കാവ്യമാധവനെ പോലെയോ, മഞ്ജു വാര്യരെ പോലെയോ, നവ്യ നായരെ പോലെയോ നാളെ ഞാൻ സിനിമയിൽ കയറി വരും. നൃത്തം ഒരു വലിയ മഹാസാഗരമാണ്. ടീച്ചർ അതിൽ മുങ്ങി തപ്പിക്കോളൂ. ഞാൻ അതിന്റെ തീരത്തിരുന്നൊരു ചൂണ്ട കിട്ടോ. ഈ താരകാസുരനെ വടിവേലിൽ പോക്കാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു. ഈ സൂര്യപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാറും കേറി ചെന്നാലമ്പലമുണ്ടേ, തേരും തിരയുമുണ്ടേ. മുടിവട്ടം മുടിയിൽ കാട്ടുന്നു തോക്കെല്ലാം തെയ്യത്തിന്റെ ഹരിയുണ്ടേ. വെട്രിവേൽ മുരുക മുരുക വേൽ മുരുക ഹരോഹരാ വേലായുധ ഹരോഹരാ വേൽ മുരുക ഹരോഹരാ വേലായുധ ഹരോഹരാ. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. കൊണ്ട് മാടി വിളിച്ചാൽ കൂട്ടിന് വരുമോ നീ? കുട്ടി എന്നെ കിട്ടില്ലല്ലോ ചേട്ടാ, എന്റെ കരളിന്റെ വാതിൽ തുറക്കാതെ. അരുതേ പറയരുതേ, എന്റെ സ്നേഹിതയാണു നീ. ഞാനില്ല നിന്നോട് കൂടാൻ, ഞാനില്ല നിൻ വിളി കേൾക്കാൻ. അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി, എന്റെ സ്നേഹിതയാണു നീ. കരളേ കരളിന്റെ കരളേ, എന്നോടൊന്ന് ചിരിക്കൂ കിളിയേ മാനസ കിളിയേ, വെറുതെ നിന്നു കിണുങ്ങാതെ. എടോ, തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ. താൻ എന്താ വേഷം കെട്ടെടുക്ക? എന്താ എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ, കുറച്ച് ചോറ് തൊട്ടപ്പുറത്തെ അലേനെടുത്ത് കഴിക്കടാ. പഞ്ചായത്തിൽ ഹുങ്ക് വരുത്തവൾ അറിവളോ, அந்த തുഞ്ചാരത്തുള്ള കൊമ്പത്തെ പമ്പത്തി അറിവളോ. പണ്ട് ആദാമിനെ കൊണ്ടാപ്പിള് തീറ്റിച്ച പെണ്ണിവളോ, അന്നേ ആണിന്റെ വാരിയൽ ഊരിക്കാൻ വന്നൊരു പെണ്ണിവളോ. കൊഞ്ചം വിവരക്കേടും കാമ്പും പിന്നെ അഹന്തവേരും കൂമ്പും എന്ന് മുരുട്ടിക്കുഴച്ച് കഴിച്ചു കൊടുത്ത പെണ്ണിവളോ 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 പെണ്ണിവളോ. வந்து ஆடி பாடு அண்ணாத்தே, என்னத்தே என்னத்தே அடி பாக்கிறியே என்னத்தே. தந்தன தானா தந்தன தானா தந்தன தானா ரே, தந்தன தானா தந்தன தானா தந்தன தானா ரே. സാറേ, ചോദിക്കണം എന്താണെന്ന് അറിയോ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് മിസ്സിന് ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ലേ പറ്റുള്ളൂ. இறங்கி வந்தாச்சு, கடலை கொந்தளிக்கும் சுனாமியே உண்டாச்சு. மணிக்கா வெளுச்சி எத்துட்டா எனர்ஜி, தலைய சுத்த வைக்கும் சூறாவளி பொண்ணாச்சு. பட்டன்னு பார்த்தாலே பல்ஸ் ஏத்தும் பாடி, கொட்டுபா மீனெல்லாம் கூத்தாடுமே. இரவ கலராக்கும் ஜலேபி லேடி, சால்ட்டும் நான் தொட்டா ஸ்வீட் ஆகுமே. Get your
എന്താ സംഭവം? കണ്ടിട്ടെന്ത് തോന്നുന്നു? എല്ലാം കഴിഞ്ഞപ്പോ പായസം കുച്ചാൻ വന്നേക്കാം മോൻ. എന്നാ പിന്നെ ഞാൻ പൂക്കളിടണം അവിടെ വരെ പോയിത്തരാം. അവിടെ ഞാൻ കുറച്ച് പെമ്പിളാനിങ് ഉണ്ടാവും. പറക്കണ പൂവേ 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 കളറാവട്ടെ. ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ. മുല്ല 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 മുടിമേലെ മണം പരത്തണം. മലയാളക്കരയിലക്കണം. വിളമ്പാനായില നിരത്തണം. ഒരുങ്ങിവാ മിനിങ്ങിവാ. ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പൂക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഓണം മൂട് ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പൂക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഒള്ളി മൂട്. വെള്ളപ്പെട്ട് തൊക്കയ്ക്ക് മെടിച്ച നക്കിലകില് പെരിമടിച്ച കള്ളത്തില് പൂക്കള നിറച്ച് 10 നാള് നകിട മറിക്കാൻ. ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും പഴത്തൊടിയിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുങ്ങി കുട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം വട്ടത്തിടുക്കിയും തൃശ്ശൂർ പേരൂരും മൊത്തക്കരകളും. ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും വള്ളത്തുടിയിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുങ്ങി കുട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം വട്ടത്തിടുക്കിയും തൃശ്ശൂർ പേരൂരും ലക്ഷക്കൊളുത്തുകളത്തിരയും. നിറപറ വറ നിറയ്ക്കണ നിറവാണല്ലോ. പെട്ടപ്പെട്ട വട്ടം വലിക്കണ രസമാണല്ലോ. മുല്ലേ 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 മുടിമേലെ മണം പരത്തണം. മലയാളക്കരയിലക്കണം. വിളമ്പാനായില നിരത്തണം. ഒരുങ്ങിവാ മിനിങ്ങിവാ. ഏത് മൂട് ഫ്രണ്ട്സ് മൂട് ഏത് മൂട് ഫാമിലി മൂട് ഏത് മൂട് സെൽഫി മൂട് ഏത് മൂട് പാർട്ടി മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഓണം മൂട് ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പൂക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഒള്ളി മൂട്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചന്ദ്രികാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ പൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ പൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ്. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടങ്കാലിക്കിന്റെ കച്ചവടം. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടങ്കാലിക്കിന്റെ കച്ചവടം. അന്നത്തെ ചന്ദന കച്ചവടം പെണ്ണിന്റെ കട്ടല മീനാ.
Sagar alias Jackie. Sagar alias Jackie. Attention please! This is not the second part of 20th century. This is the creation of Famal Neerath and the crew. Dedication to the fans, he's coming right after you. Sagar alias Jackie, reloaded.